ഹലോ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം 6:45 കേട്ടോ. അപ്പോൾ ഞാൻ പോണത് ഓണത്തിൻ്റെ പർച്ചേസിങ്ങിനാണ് കേട്ടോ. അപ്പോൾ വിവിനെ കൂട്ടിയിട്ടില്ല, വിവി അമ്മടുത്താണ്. അപ്പോൾ ബസ്സിന് ഇവിടുന്ന് അത്താണിന്ന് പട്ടാമ്പി ഒരു ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് വിഷ്ണാട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു പ്ലാനായിരുന്നു, ഡ്രസ്സ് എടുത്താലോ, സ്റ്റിച്ച് ചെയ്ത് കിട്ടണല്ലോ ഓണത്തിൻ്റെ ടൈം ആകുമ്പോഴേക്ക്. അപ്പോൾ ഇപ്പം തന്നെ സമയം നല്ല ലേറ്റായിട്ടുണ്ട്, ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ട് കേട്ടോ. വിവി ആണെന്ന് വെച്ചാൽ ഞാൻ വരുന്നത് കണ്ടിട്ടില്ല. വിവിനെ ഞാൻ അമ്മടുത്ത് തിരിച്ചെടുത്തിട്ട് ബാക്ക് കൂടെ ഓടിയത് കേട്ടോ. അവൻ പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടാക്കില്ല. ഇനിയിപ്പോൾ ഫുഡ് കൊടുത്ത് അമ്മ ഉറക്കും. പിന്നെ ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്ക് വീട്ടിലെത്തിണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടാട്ടോ ഇത് എടുക്കുന്നത്. നല്ല ടർഫ് ഇന്ന് കുട്ടികൾ കളിക്കലില്ല ഇവിടെ. ഇന്നിവിടെ കുട്ടികളില്ല കേട്ടോ കളിക്കാൻ, അവരുണ്ടാവലുണ്ട് ഇവിടെ. പിന്നെ രാത്രി ഏട്ടന്മാരുണ്ടാവലുണ്ട്. അപ്പോൾ ഇനി ബാക്കി ബസ് കയറി പട്ടാമ്പി എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒന്നാമത് നല്ല ലേറ്റായിരുന്നു. അതാണ് ഞാൻ വേഗം പോണത്. ഞാൻ അഥവാ ബസ് പോയാൽ ഞാൻ എപ്പോഴും ബസ്സില്ലല്ലോ ഇവിടുന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം പട്ടാമ്പിന്ന് കാണാം. അങ്ങനെ അത്താണി എത്തി കുറേ കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. നല്ല ലേറ്റായിരുന്നു. ഞാൻ അത്താണി ഒരു 1/2 മണിക്കൂറോളം നിന്നുണ്ടായിട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് ബസ് കയറി പോകുമ്പോഴേക്ക് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 6:30 7 മണി ടൈമിക്കല്ലേ ഇരുട്ടാവുക. അങ്ങനെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനങ്ങനെ ബസ് കിട്ടി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബസ് വന്നു. പിന്നെ പട്ടാമ്പി ഏകദേശം എത്താറായപ്പം നല്ല ഇരുട്ടാവാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പട്ടാമ്പി ഇറങ്ങി ഞാൻ അവിടേക്ക് നടക്കുക കേട്ടോ. ബജാജിൻ്റെ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ താഴത്ത് പിന്നെ വിഷ്ണുവേട്ടൻ ഉണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ പിന്നെ എന്നെ കണ്ടപ്പോൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോരുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോവാൻ വിചാരിച്ചത് ഇമ്മാനുവലിക്കാട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ പട്ടാമ്പി ഇമ്മാനുവലാണ്. ഇപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ല വെച്ചാൽ മാത്രമേ ഞങ്ങൾ വേറെ ഷോപ്പിക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇമ്മാനുവൽ പോവാം, അവിടെ തന്നെ എല്ലാം എടുക്കാറുണ്ടായിരുന്നു. കുറേ കാലമായതുകൊണ്ട് അവിടുത്തെ എല്ലാവരായിട്ട് നല്ല കമ്പനി കേട്ടോ. ചേച്ചിമാരായിട്ടും എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. അപ്പം ഞങ്ങൾക്ക് പോകാൻ തന്നെ ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും ഭയങ്കര ചെക്കൻ്റെ കാര്യം ചോദിക്കലും അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ അവിടുത്തെ. നമ്മൾ കുറേ കാലമായി ഞാനും എൻ്റെ അമ്മയും അവിടെ തന്നെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ ഒരു 7 മണി 7:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ചെറിയ രീതിക്ക് തിരക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അച്ഛമ്മമാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഏട്ടൻ്റെ അച്ഛമ്മയ്ക്കും എൻ്റെ അച്ഛമ്മയ്ക്കും. ഞാൻ 6 മണിക്ക് പോയിട്ട് ദോശയും ഓംലെറ്റ് ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ടാണ്. പൊതുവെ പട്ടാമ്പിക്ക് വരിക പറഞ്ഞാൽ ഞാനൊന്നും കഴിക്കില്ല കേട്ടോ. പട്ടാമ്പിക്ക് വന്നായിട്ട് എന്തെങ്കിലും മേടിച്ച് തരൂ. അങ്ങനെ ഒന്നും മേടിച്ച് തരാതെ ഇതുവരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ പൊതുവെ കുടിക്കില്ല, ബേക്കറി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ സെറ്റ് മുണ്ടെടുത്തിട്ടോ, സെറ്റ് സാരി എടുത്തില്ല, സെറ്റ് മുണ്ടെടുത്തു. പിന്നെ ഏട്ടൻ്റെ അമ്മമ്മയ്ക്ക് ഓയിൽ സാരി അങ്ങനത്തെ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ബോയ്സിനുള്ള ഷർട്ട് എടുക്കാൻ വേണ്ടി താഴത്തെ ഫ്ലോറിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഷർട്ട് വിഷ്ണുവേട്ടൻ്റെ അനിയന്, വിഷ്ണുവേട്ടൻ്റെ അച്ഛന്, കണ്ണേട്ടന്, കിച്ചുവിന്, അച്ചിച്ചന് ഒക്കെ ഷർട്ട് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കുള്ളത് ഏട്ടൻ സെലക്ട് ആക്കുന്നുണ്ട്. അവിടുത്തെ അച്ഛൻ്റെ ഇതൊക്കെ ഏട്ടനെല്ലാം കൂടുതൽ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലത്തെ എല്ലാവർക്കും ഞാൻ ഡാർക്ക് കളറായിട്ട് എടുക്കുക. എനിക്ക് അതാണ് ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ പറയാം ഇവിടെ ആദ്യം പോവുക ഡാർക്ക് കളറിക്കാണ് അങ്ങനെ പറയും കേട്ടോ. എനിക്ക് പൊതുവേ എനിക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടം. ഞാൻ ഇക്കാണിച്ചാൽ ഞാൻ ലൈറ്റ് കളർ അങ്ങനെ എടുക്കലില്ല കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടന് ടീഷർട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വിഷ്ണുവേട്ടൻ്റെ അച്ഛന് കായ്മുണ്ട എടുത്തിട്ടോ. വെള്ളമുണ്ട് വേണ്ട, വെള്ളമുണ്ട് കുറേ ഉണ്ട്, എടുക്കാത്തതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കായ്മുണ്ട എടുത്തിട്ടോ. അപ്പോൾ ഞാൻ അച്ഛനെ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കളർ ഷർട്ടും അതിന് മാച്ചായ മുണ്ടായിട്ട് എടുക്കില്ല. അപ്പോൾ ഞാനും വെള്ളമുണ്ട് തന്നെ എടുത്ത്. വിവിക്ക് നമ്മൾ ഈ ഒരു ഓണത്തിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടോ. വിവിക്ക് ഇനി 2-3 കൂട്ട് എടുക്കാണ്ട്. 3-4 ദിവസത്തെ ഓണം ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസവും പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവനെടുക്കാണ്ട്. ഇപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ കൂട്ട് മാത്രമായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ഇതിലാച്ചാൽ 3 കളർ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ഭംഗിക്ക് ഇഷ്ടമായത് മെറൂൺ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചൊരു കളർ തീവും മെറൂൺ ആക്കാതെ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ്റെ ചേച്ചിയുടെ മോനും എടുക്കാണ്ട്, പിന്നെ നമ്മൾ നന്ദൂനും എടുക്കാണ്ട് കേട്ടോ. നന്ദൂന് പിന്നെ നമ്മൾ ഏതെടുത്ത് കൊടുത്താലും നല്ല ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ അവന് അങ്ങനെ പരാതി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അവന് ഏതെടുത്താലും അവന് നല്ല ഇഷ്ടമാവും. അങ്ങനെ നന്ദൂന് ഷർട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഗേൾസിനെ എടുക്കാൻ വേണ്ടി താഴത്തേക്ക് പോന്നു. ഏട്ടൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക്, പിന്നെ എനിക്കും ആലുവിനും ഞങ്ങൾ ധാവണി നോക്കിയിട്ട്. അപ്പോൾ ധാവണി ഞങ്ങൾ വിചാരിച്ച മോഡൽ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വേറെ കടയിൽ കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലടിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സ് ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ബില്ലടിക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം ഓരോന്നും അങ്ങനെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു.
പിന്നെ സ്ഥിരം കസ്റ്റമർ ആയിട്ട് അവർ നല്ല ഡിസ്കൗണ്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് കല്യാണിക്കാണ്. അപ്പോൾ കല്യാണിൽ ധാവണിയുടെ സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് വലിയ സെലക്ഷൻ തോന്നിയില്ല. അങ്ങനെ ധാവണിക്ക് അത്ര സെലക്ഷനൊന്നും ഇല്ല, നല്ല കളർ കോമ്പിനേഷനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ധാവണികൾ നോക്കി. ഞാൻ മെറ്റീരിയൽ ആട്ടോ എടുത്ത്, മാലുവിന് റെഡിമെയ്ഡ്, അവൾക്ക് റെഡിമെയ്ഡ് മതി പറഞ്ഞിട്ട് മാലിന് റെഡിമെയ്ഡ് എടുത്ത്. കല്യാണിലേക്ക് തോന്നിയത് നല്ല റേറ്റ് ഓവർ കേട്ടോ. പക്ഷെ ആ റേറ്റ് ഓവറിനുള്ള ക്ലോത്തും ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കല്യാണം തോന്നി. പക്ഷെ നമ്മൾ ഇമാനുവലിൽ നിന്നായാലും നല്ല സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റ് കുറവിൽ നല്ല സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടേക്ക് ഇപ്പോൾ ഞാൻ 2ാമത്തെ വട്ടമാണ് വരുന്നത്. എനിക്ക് ഇവിടുത്തെ ഫുഡ് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ഇത് നമ്മൾ പെരിന്തമണ്ണ റോഡിന് അവിടെ മാവേലി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവിടെ എടുത്താട്ടോ ഇത് വരുന്നത്, ഈ ഒരു ചെറിയ തട്ടുകട പോലെ. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആട്ടോ, ബീഫായാലും ചിക്കൻ ആയാലും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞത് നൂഡിൽസും വിഷ്ണുവേട്ടൻ പാൽക്കപ്പയും ബീഫും ആട്ടോ വിഷ്ണുവേട്ടൻ പറഞ്ഞു. അങ്ങനെ രണ്ടും പറഞ്ഞാൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കുക. പകുതി ഞാൻ കഴിക്കും, പകുതി വിഷ്ണുവേട്ടൻ കഴിക്കും, അങ്ങനെയായിട്ട് ഞങ്ങൾ കഴിക്കുക. പിന്നെ കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്ക് കാടമുട്ട കണ്ടപ്പോഴേക്ക് കാടമുട്ട കഴിക്കാൻ തോന്നിയിട്ട് കാടമുട്ടയും മേടിച്ചിട്ടോ. അങ്ങനെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴേക്ക് വിവി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വിവി ഉറങ്ങി, പക്ഷേ എന്താ കിച്ച് റൂമിലേക്ക് പോയപ്പോൾ അവൻ നീച്ചു എന്നാട്ട് അമ്മ പറഞ്ഞു. അപ്പോൾ കിച്ച് നമ്മളെ വിവിനെ നീപ്പിച്ചിട്ടുണ്ടായി. പിന്നെ ഡ്രസ്സൊക്കെ ആർക്കും കാണിച്ചിട്ടില്ല, രാവിലെ കാണിക്കാൻ പറഞ്ഞിട്ട് അമ്മ രാവിലെ മതി പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ അവിടെ കൊടുന്ന് വെച്ചു കേട്ടോ. പിന്നെ കിടക്കണ മുന്നേ ഞങ്ങൾക്കൊരു മധുരം കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടായി ആയാലും ഞങ്ങൾക്ക് അങ്ങനെ ശീലമാണ്. ഞങ്ങളിവിടെ മുട്ടായി മേടിച്ച് കൊടുന്ന് വെക്കാട്ടോ ചെയ്യാം, രാത്രി കിടക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാലും ഞങ്ങൾക്ക് മധുരം കഴിക്കണം കേട്ടോ. പിന്നെ നമ്മൾ വിവിനെ ഉറക്കാൻ വേണ്ടി കടത്തി. ഇനി ഈ ഒരു കടത്താവൻ തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ. അവൻ ആരും ഉറക്കൊന്നും വേണ്ട, കൊട്ടി കൊടുക്കുകയും ഒന്നും വേണ്ട, നമ്മൾ വിവി അങ്ങനെ കടന്നുറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഓണത്തിൻ്റെ വീഡിയോസും ഡ്രസ്സ് അടിക്കാൻ കൊടുക്കുമ്പോൾ വീഡിയോസൊക്കെ ഞാനിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.